ട്രേഡിങ്ങിലോട്ട് ബിഗിനേഴ്സ് വരുമ്പോൾ ചെയ്യുന്ന 3 മിസ്റ്റേക്സ് പറയട്ടെ. ഈ 3 മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, അതോ ഇനി ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കാം. വീഡിയോ മൊത്തം കണ്ടോ. അപ്പോൾ മിസ്റ്റേക്ക് നമ്പർ 1, കടം. എടാ ജസ്റ്റ് 1 ലാക്ക് കടം തരുമോ, ഞാൻ ജസ്റ്റ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാൾ ഡബിൾ ആയിട്ട് കിട്ടും, ആ സമയത്ത് ഞാൻ കടം നിനക്ക് 1 ലാക്കിൽ കൂടുതലായിട്ട് തരാം. ഈ മൈൻഡ് സെറ്റ് വെച്ച് കടമോ ലോണോ അതോ എവിടെന്നേലൊക്കെ ഫണ്ട് മറിച്ച് ട്രേഡിങ് ചെയ്യാനോ പഠിക്കാനോ നിൽക്കരുത്. പൈസ ഇല്ലെങ്കിൽ പണിയെടുക്കണം. മിസ്റ്റേക്ക് നമ്പർ 2, ഫൈനാൻഷ്യൽ ബാക്കപ്പ്. നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയിൽ കൺഫേം ആയിട്ടും ഇമോഷണലി ചലഞ്ചസ് നേരിടേണ്ടി വരും, ഉറപ്പായിട്ടും. ഈ ചലഞ്ചസ് നേരിടാതെ ഈ സ്റ്റേജിലൂടെ കടന്നു പോവാതെ നിങ്ങൾക്കൊരു ട്രേഡർ എന്ന ലേബലിലോട്ട് എത്താൻ പറ്റില്ല. സോ ഇമോഷണൽ കപ്പാസിറ്റി ഓരോരുത്തർക്കും പല രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ട്രേഡിങ്ങിൽ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഫൈനാൻഷ്യൽ ബാക്കപ്പ് കൂടി ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് വേഴ്സ്റ്റ് സിറ്റുവേഷനിലോട്ട് പോകും. മിസ്റ്റേക്ക് നമ്പർ 3, സ്കാം. ആദ്യം പറഞ്ഞ 2 മിസ്റ്റേക്സും അറിയാമെങ്കിൽ പോലും പെട്ടെന്ന് അംബാനി ആവാൻ വേണ്ടിയിട്ട് പല സ്കാമിലും പോയി ചാടും, പണി കിട്ടും, അവിടെ ഇരിക്കും. പിന്നെ ഒരു കാര്യം, ട്രേഡിങ്ങിന്റെ പേരും പറഞ്ഞ് കുറെ സ്കാംസ് നടക്കുന്നുണ്ട്. പ്രോപ്പറായി റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. പിന്നെ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ഫോളോ ചെയ്ത് വെച്ചോ. ഈ പറഞ്ഞ 3 മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് കമന്റ്.